തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ആൾക്കൂട്ടം രൂപീകരിച്ചെടുക്കുന്നതും അതിൽ ദുരന്തമുണ്ടാകുന്നതും മരണസംഖ്യ ഉയരുന്നതുമൊന്നും ഇതാദ്യമല്ല. ഈ MGRന്റെ കാലഘട്ടത്തിൽ MGRന്റെ രാഷ്ട്രീയത്തിൽ ശക്തമായി നിൽക്കുന്ന സമയത്ത് 28 പേർ മരണപ്പെട്ടിട്ടുണ്ട് അവിടെ. ഇതുപോലെ ആൾക്കൂട്ടം ഉണ്ടാക്കുക, അതിൽ അഭിനമിക്കുക എന്ന് പറയുന്നത് അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു പ്രത്യേക രീതിയാണ്. മറ്റ് എതിരാളിയേക്കാൾ കൂടുതൽ ആൾക്കൂട്ടം തങ്ങളുടെ സമ്മേളനങ്ങളിൽ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ആളൊഴിഞ്ഞ കസേരകളും ഓരോ പാർട്ടിക്കും എതിരായിട്ടുള്ള എതിർ പാർട്ടിയേക്കാൾ കൂടുതൽ ആളുകളെ സംഘടിപ്പിക്കുന്നതുമായിട്ടുള്ള മത്സരം ഈ അടുത്തിടയ്ക്കാണ് നമുക്ക് ഇടയിൽ തുടങ്ങിയത്. ഇപ്പോഴാണ് നേതാക്കളുടെ എന്താ പറയുക, മരണപ്പെടുകയാണെങ്കിൽ അവരുടെ അന്തിമോപചാരത്തിൽ ഉണ്ടാകുന്ന ആൾക്കൂട്ടം സംബന്ധിച്ച് പോലും ചർച്ച നമുക്കിടയിൽ കമ്പാരിസൺ ഉണ്ടായി തുടങ്ങിയത്. ഇപ്പം ഈ അടുത്തിടയ്ക്ക് ഒരു നേതാവ് മരണപ്പെട്ടു. ആ നേതാവ് മരണപ്പെട്ട വലിയൊരാൾക്കൂട്ടം ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നാലെ മറ്റൊരു നേതാവ് എതിർ പാർട്ടിയിലെ മരണപ്പെട്ടു. അദ്ദേഹത്തിനും വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഇത് തമ്മിലൊരു കമ്പാരിസൺ. വിലാപയാത്രയിൽ എത്രത്തോളം ആളുകൾ തടിച്ചുകൂടി, അതൊരു വലിയ എന്താ പറയുക, അത് നമുക്കിടയിൽ ഇപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അവിടെ മരണം പോലും, ഒരു നേതാവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ നേതാവ് മരണപ്പെട്ടു എന്ന ദുഃഖത്താൽ എത്ര പേർ ആത്മഹത്യ ചെയ്തു എന്നതുപോലും കണക്കായിരുന്നു. വൈകാരികമായി അവരെല്ലാത്തിനും വൈകാരികമായിട്ടാണ് പെരുമാറുന്നത്.